സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം സോളാർ പാനൽ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്ത തരം സോളാർ പാനലുകൾ ലഭ്യമാണ്. മോണോ, പോളി, മോണോപെർക്ക്, ഹാഫ് കട്ട്, എൻ ടൈപ്പ്, ഷിംഗിൾഡ് പാനലുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പാനലുകൾ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ ഏത് പാനലാണ് തിരഞ്ഞെടുക്കുന്നത്, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാനലുകൾ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ ഒരു വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ലൊക്കേഷൻ നോക്കുമ്പോൾ അവിടുത്തെ ഷാഡോ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടെന്നാണ് ആദ്യം നോക്കുന്നത്. ഷാഡോ ഉള്ള ഏരിയ ആണെങ്കിൽ, ഷാഡോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ നമ്മളവിടെ മോണോപെർക്ക് ഹാഫ് കട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി കുറച്ചുകൂടെ ഷാഡോ ഉണ്ടെങ്കിൽ നമ്മൾ ഷിംഗിൾഡ് പാനലായിരിക്കും അതിന് സെലക്ട് ചെയ്യുന്നത്. ഇനി അവിടെ തെക്കേ സൈഡിലും ഷാഡോ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പാനൽ കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ വെക്കും. ഇപ്പോൾ നമ്മൾ അവിടെ മോണോപെർക്ക് ഹാഫ് കട്ടോ അല്ലെങ്കിൽ ഷിംഗിൾഡ് പാനലോ വെച്ചിട്ട് ഇൻവെർട്ടർ കൂടെ ഒന്ന് മാറ്റും. അത് ചെയ്യുന്നത് മൈക്രോ ഇൻവെർട്ടർ ആയിരിക്കും നമ്മൾ ആ സ്ഥലങ്ങളിൽ സെലക്ട് ചെയ്യുക. ഇതാണ് സാധാരണ രീതി. ഇനി പാനൽ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ സ്ഥലപരിമിതിക്കനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഈ സ്ഥല സൗകര്യം കുറവായിരിക്കും, കുറച്ച് ഏരിയയിൽ കൂടുതൽ പാനൽ വെക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഫിഷ്യൻസി കൂടിയ പാനലുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. സാധാരണഗതിയിൽ അങ്ങനെയുള്ള പാനലുകൾ ഇമ്പോർട്ടഡ് പാനലുകളാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഈ ഇമ്പോർട്ടഡ് പാനലുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. കാരണം ഈ ഇമ്പോർട്ടഡ് പാനലിൻ്റെ പ്രത്യേകതകളൊക്കെ അവർക്കറിയാം. എഫിഷ്യൻസി കൂടുതലാണ്, അതുപോലെ ലീനിയാരിറ്റി കൂടുതലാണ്, അങ്ങനെയുള്ള പലവിധ ഗുണങ്ങളുണ്ട്. മൈക്രോ ക്രാക്കിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പല പ്രത്യേകതകളും ഇമ്പോർട്ടഡ് പാനലുകൾക്ക് ഉണ്ട്. ഈ എഫിഷ്യൻസി കൂടുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പാനലിൻ്റെ വാട്ട്സ് കൂടുക എന്നല്ല, മറിച്ച് എഫിഷ്യൻസി കൂടിയ പാനലിന് അതിൻ്റെ വലിപ്പം കുറവാണ് എന്നുള്ളതാണ്, വാട്ട്സിനനുസരിച്ച്. ഉദാഹരണത്തിന് ഒരു 330 വാട്ട്സ് പാനൽ, അതിന് 17% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആയിരിക്കും. എന്നാൽ ഇതേ വലിപ്പമുള്ള ഒരു പാനൽ ഒരു 19% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ്, അതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 380 ആയിരിക്കും. അപ്പം രണ്ടിനും ഒരേ വലിപ്പമുള്ള പാനലാണെങ്കിലും എഫിഷ്യൻസി കൂടിയ പാനലിന് ഒരു 50 വാട്ട്സോളം നമുക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ എഫിഷ്യൻസി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിനു വേണ്ടിയുള്ള സ്ഥലപരിമിതി കുറച്ച് മതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള പാനൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഈ മൈക്രോ ക്രാക്കിംഗ്, സ്നെയിൽ റെയിൽ ഇവയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള വ്യത്യസ്ത തരം ടെക്നോളജികൾ പുതിയ പാനലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വ്യത്യസ്ത വാട്ട്സിലുള്ള പാനലുകൾ തമ്മിൽ കണക്ട് ചെയ്യാതിരിക്കുക. അതുപോലെയുള്ള ഒരേ വാട്ട്സിലുള്ള 2 കമ്പനിയുടെ പാനലുകളും എടുക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവയുടെ തമ്മിലുള്ള ഇമ്പിഡൻസ് മാച്ച് ആകില്ല. അപ്പോൾ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. കിഴക്കൻ മേഖലകളിൽ അവിടെ വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എൻ ടൈപ്പ് പാനലുകളായിരിക്കും ഉപയോഗിക്കുന്നതിന് നല്ലത്. ഈ പാനലുകൾക്ക് കുറഞ്ഞ പ്രകാശത്തിലും കൂടുതൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാനുള്ള കഴിവുകളുണ്ട് എൻ ടൈപ്പ് പാനലുകൾക്ക്. ഇനി പാനലിൻ്റെ തിക്നെസ് 40 mm തിക്നെസ് ഉള്ള പാനൽ എടുക്കുന്നതായിരിക്കും. ഇത് മൈക്രോ ക്രാക്ക് ഒഴിവാക്കാൻ തക്കവണ്ണം അത് സഹായിക്കും. ഇനി 1 മീറ്റർ നീളം അല്ലെങ്കിൽ 1 മീറ്റർ വീതി 2 മീറ്റർ നീളമുള്ള പാനൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം 2.5 മീറ്റർ നീളം, 1.5 മീറ്റർ വീതിയുള്ള പാനലുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതി കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതിന് മൈക്രോ ക്രാക്കിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി 2.5 മീറ്റർ ഇൻറ്റു 1.5 മീറ്റർ പാനലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൽ കൊടുക്കുന്നത് കൂടാതെ നടുക്ക് ഒരു ക്രോസിങ്ങും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ അതിന് മൈക്രോ ക്രാക്കിംഗ് ഒഴിവാക്കാൻ തക്കവണ്ണം അങ്ങനെ ഒരു ക്രോസിങ് കൂടെ കൊടുക്കാറുണ്ട്. ഈ വലിയ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വലിയ പാനലുകൾ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ മൈക്രോ ക്രാക്കിംഗ് ഉണ്ടാകാനായിട്ട് ഇടയാകും. പാനലുകൾ കഴിവതും നമുക്ക് പാലറ്റായിട്ട് കൊണ്ടുവന്നതായിരിക്കും നല്ലത്. വലിയ ഇൻസ്റ്റലേഷനൊക്കെ ആണെങ്കിൽ അത് ഷെയ്ക്ക് ഒഴിവാക്കാനായിട്ട് ഇടയാക്കും. ഇനിയും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ക്രെയിനോ ലിഫ്റ്റോ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതവും സേഫുമായിട്ടുള്ള മെത്തേഡ്. ഇനി നമ്മൾ പഴയ ടെക്നോളജിയുള്ളൊരു പാനൽ സെലക്ട് ചെയ്താലുള്ള പ്രശ്നം, നമുക്ക് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും പാനൽ ആഡ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് അത് മാർക്കറ്റിൽ ലഭ്യമല്ലാതെ വന്നേക്കാം. ഇനി മോണോയും പോളിയും
പൊതുവെ ആളുകൾക്കുള്ള സംശയമാണ്, അതിലേതിനാണ് എഫിഷ്യൻസി കൂടുതൽ. ഇതിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? 2 പാനലും 2 സോളാർ പമ്പുകളിൽ ഒരേ സമയം ഫിറ്റ് ചെയ്യുക. ഏത് പമ്പാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതാണ് ഏറ്റവും അവസാനം ഓഫാകുന്നത്, ഇത് നോക്കിയാൽ ആ പാനലിൻ്റെ എഫിഷ്യൻസിയും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും ഡാറ്റകൾ അവരുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉണ്ടാകും. അതായത് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവരുടെ കയ്യിൽ കഴിഞ്ഞ 1 വർഷത്തെയോ 6 മാസത്തെയോ 1 ദിവസത്തെയോ എല്ലാ ഡാറ്റകളും മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉണ്ടാകും. അപ്പം മോണോ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവരുടെ 1 വർഷം എത്ര യൂണിറ്റ് കിട്ടിയെന്നുള്ളത് നോക്കുക, പോളി ചെയ്തിരിക്കുന്നവരെ എത്ര യൂണിറ്റ് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള എഫിഷ്യൻസി അല്ലെങ്കിൽ ഏതാണ് നല്ലതെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഓരോ പാനലിനും വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ സംഗതി. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. സോളാർ ടെക് ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുകൂടാതെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വീഡിയോകളും ലഭ്യമാക്കി കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.